ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അവറേഹൻ്റെ ഒരു വീഡിയോയിലേക്ക് ഹായ് ഫ്രണ്ട്സ്, അവർ ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് കാലാവസ്ഥ നല്ല മാറ്റമുണ്ട്, നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊച്ചിൻ്റെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒരു കാര്യം ചെയ്യാമെന്ന്, അങ്ങനെ അത് നിങ്ങൾ കൂടി പറഞ്ഞു തരാമെന്ന് വെച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ബാഗിൻ്റെ തുരുമ്പ് പിടിച്ച് അങ്ങനെയൊക്കെ കളയാമെന്നാണ്. അപ്പോൾ ചെറിയ 2 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കത് ചെയ്യാം, കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് ഇൻഗ്രീഡിയൻസ്. ഇത് വിനാഗിരിയും ചെറുനാരങ്ങയാണ്. അപ്പം ഇത് ബ്രഷ് വെച്ചിട്ട് ചെയ്യാം, ചെറുനാരങ്ങ നീര് ഉറ്റിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ചെറുനാരങ്ങ നീരും വിനാഗിരിയും മിക്സ് ആക്കിയിട്ട് അതിൻ്റെ തൊലി കൊണ്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ബാഗ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവിടെയൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു ബാഗായിരുന്നു ഇത്. അപ്പോൾ എനിക്കിപ്പോൾ കൊച്ചിനെയൊക്കെ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് അപ്പോൾ അമ്മ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ തുരുമ്പ് കളഞ്ഞിട്ട് ഉപയോഗിക്കാമെന്ന് വെച്ചു. അപ്പോൾ എടുക്കാണ്ട് വെച്ചിട്ട് ഇതിന് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇത് തുരുമ്പൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് കാണിച്ചിരുന്നത്. വലിയ പണിയൊന്നുമില്ല, സിമ്പിളായ കാര്യമാണ്. ഇത് രണ്ടും മിക്സ് ആക്കിയിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കും. കേട്ടോ, ഇത് 2 ആക്കിയിട്ട് ഇത് നമുക്ക് ഇതിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് കുറേ നേരം വരക്കാം. കുറച്ച് നേരം വരച്ചിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെക്കാം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇത് വിനാഗിരിയിൽ തന്നെ ഇങ്ങനെ മുക്കുക. അപ്പോൾ നമുക്ക് ബാഗ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. വിനാഗിരിയിൽ തന്നെ മുക്കിയിട്ട് ഒരു ദിവസം വെക്കാം. നമുക്ക് ആണിയൊക്കെ ആണെങ്കിൽ അങ്ങനെ മുക്കി വെച്ച് ചെയ്യാൻ പറ്റും. തുരുമ്പ് പിടിച്ച് കുറേ സാധനങ്ങൾ നമുക്ക് ബാഗിനാകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബാഗ് മൊത്തത്തിൽ അങ്ങനെ മുക്കി വെക്കാൻ പോലെ വേണ്ട. അപ്പം നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഇതിങ്ങനെ ചെയ്തിട്ട് എവിടെയെങ്കിലും നമുക്ക് ഒരു ഭിത്തിയിൽ തൂക്കിയിടാം. അപ്പോൾ നമുക്ക് നേരം കഴിഞ്ഞിട്ട് ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. ഇവിടെ മാത്രമേ തുരുമ്പ് പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഭാഗം ഇതാക്കിയിട്ട് നമുക്ക് ഇത് കണ്ടോ നല്ല ആക്കി വെച്ചിട്ട് എവിടെയെങ്കിലും ആണിക്ക് തൂക്കിയിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ തന്നെ വെക്കാം, കൊച്ചെടുക്കാണ്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് മൊത്തത്തിൽ വേഗം കഴുകി എടുത്തിട്ട് അപ്പോഴത്തേനും അതിൻ്റെതൊക്കെ പോവും, തുരുമ്പൊക്കെ പോവും. അപ്പോൾ ഞാൻ പഴയൊരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നോക്കിയതാണ് എങ്ങനെ ആവുന്നു. അപ്പോൾ അതിൽ സക്സസ് ആയി. അപ്പോൾ ഞാൻ ഇതും കൂടി ചെയ്യാമെന്ന് വെച്ചിട്ട് നിങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന് വെച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ മോളാണ് എപ്പോഴും ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോൾക്ക് 10ലാണ് അവൾ പഠിക്കുന്നത്. അപ്പോൾ ഫൈനൽ എക്സാം ആയതുകൊണ്ട് അവളെ ഇതിലൊന്നും ഉൾപ്പെടുന്നത്. അപ്പോൾ എനിക്ക് ഡബ്ബിങ്ങിനൊന്നും വലിയ പിടുത്തമില്ല. അപ്പോൾ അവളാണ് എല്ലാം ഡബ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാൻ കരുതി അപ്പോൾ ഞാൻ തന്നെ ചെയ്യാം, മുടക്കം വെക്കണ്ടല്ലോ, ഞാൻ ചെയ്യാന്നിട്ട് തുടങ്ങിയതാണ്. എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ചെറിയ കുഞ്ഞ് അക്കു ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ടുട്ടുമോനുണ്ട്, മോൻ 2.5 വയസ്സായി. അപ്പോൾ അവനോട് അമ്മേൻ്റെ കൂടെയുണ്ട് കളിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ട് ഇവിടെ എങ്ങനെ തൂക്കിയിടാം, ബാഗ് ഇവിടെ എങ്ങനെ തൂക്കിയിട്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അതിൻ്റെ ഗ്യാപ്പിൽ വന്നിട്ട് ഇത് ചെയ്യാമെന്ന് വെച്ച്. പിള്ളേരെ നോക്കുമ്പോൾ എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ നോക്കി ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക. പിന്നെ മോള് സ്കൂളിൽ പോയില്ലേ, അപ്പോൾ അമ്മയുണ്ട്. അമ്മ അത് കൈകാര്യം ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉച്ചയായ സമയം, ചോറിനേണ്ട സമയം. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ മോനെ ഇറക്കിയിട്ട് വന്നിട്ട് ഇത് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് ചെയ്ത് വെച്ചു. എനിക്ക് ഇത് വെച്ചിട്ട് 2 മണിക്കൂർ കഴിയണം. എന്നിട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫൈനലി ഇത് കഴുകാൻ പോവുകയാണ്. അപ്പോൾ കഴുകാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ കുറച്ച് സർഫ് പൊടിയും കൂടി ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, നല്ല മാറ്റമുണ്ട്. കാണിച്ചു ലൈവായിട്ട് കണ്ടോ, ഇത്രയും നല്ല തിളക്കം വന്നു. കണ്ടോ, ഇതാണ് ഫൈനൽ റിസൾട്ട്. അങ്ങനെ ബാഗ് കഴുകി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ളായിട്ട് കഴുകി സർപ്പിട്ട് കഴുകിയിട്ട് ഉണങ്ങാനിടാം. നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ കഴുകി ഉണങ്ങാനിടാൻ നോക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ആ വീഡിയോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.